ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുവാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ED-യുടെ മുൻ അന്വേഷണങ്ങളാണ്. അതിൽ പല അന്വേഷണങ്ങളും ഈ കുറെ പേരെ പിടിച്ച് അകത്തിടുന്നതല്ലാതെ പിന്നീട് അങ്ങോട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണല്ലോ. ഒരുപാട് ചർച്ചകൾ അതേക്കുറിച്ച് വന്നിട്ടുള്ളതാണ്. അത് വെച്ചുകൊണ്ടാണ് SDPI ഇപ്പോൾ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു രേഖകളും പിടിച്ചിട്ടില്ല. അത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്താൽ കിട്ടുന്ന സാധാരണ കുറെ ഡോക്യുമെന്റുകളോ കുറെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന കുറെ നോട്ടീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണെന്നാണ് SDPIയുടെ അവകാശവാദം. മഞ്ജുഷേ, ഇതിനകത്ത് ഞാൻ ജൂലൈ 27, 2022 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വായിക്കാം. ED റെയ്ഡ്സ് അപ്പ് by 27 times in 2014-22 compared to 2004-14 എന്നാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2004 മുതൽ 2014 വരെ വെറും 112 സെർച്ചുകൾ മാത്രമാണ് ED നടത്തിയതെന്നുണ്ടെങ്കിൽ 2004 മുതൽ 2022 വരെയുള്ള 8 വർഷത്തിൻ്റെ ഇടയിൽ മാത്രം അത് 3010 ആണെന്നുള്ളത്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയിൽ 5500 സംതിങ് കോടിയാണ് ED സീസ് ചെയ്തെന്നുണ്ടെങ്കിൽ 2014 മുതൽ 2022 വരെ അത് 1,00,000 കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് 23 കേസുകളിനകത്ത് ശിക്ഷിക്കുന്ന കാര്യമുണ്ടായി. ബാക്കി കേസുകളിൽ കുറേ ട്രയൽ നടക്കുന്നുണ്ട്. ബാക്കി ഈ പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ശിക്ഷിച്ച കേസുകൾ 23 അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ 40 മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു, ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ട് കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല. ബാക്കിയുള്ള പലതിനകത്തും ട്രയൽ നടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ പലർക്കും സോഴ്സ് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളിൽ നിന്ന് തന്നെ ED-യുടെ എഫിഷ്യൻസി 2014 ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതിനകത്ത് ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട്. അതിപ്പോൾ UDF പ്രതിനിധിയോടും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അനൗദ്യോഗിക സഖ്യകക്ഷിയായ SDPI-യോടും പറയുകയാണ്. ഞാനൊരു കാര്യം പഞ്ചായത്തിൽ UDF ഭരിക്കുന്നത് SDPI-യുടെ പിന്തുണയിലാണ്. ഷാക്കിർ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ അത് എനിക്ക് വേറെ മറുപടി കൊടുക്കാം. പോരുവഴി പഞ്ചായത്ത് അവിടെ അൻസാരി പറയട്ടെ മാറിയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും അങ്ങനെയാണ്. വഴി മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിന് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഷാക്കിർ ഇപ്പം അങ്ങനെ ഷാക്കിറിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് ലീഗ് ജയിക്കുന്നത്? പക്ഷേ ഇത് സഖ്യകക്ഷിയായിട്ട് തന്നെ ഭരിക്കുന്നുണ്ട്. പിന്തുണയോടെ ഭരണം നടത്തുന്നുണ്ട് കോൺഗ്രസ് ഇല്ലേ? മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ BJP-യുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ജുഷ് ഷാക്കിറെ, ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കുന്നത് ഞാനത് പറഞ്ഞോട്ടെ. ഒന്ന്, മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു സാദിഖ് അലി തങ്ങളുടെ ഇന്റർവ്യൂവില് ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടാണ്. ഇനി അത് വിടൂ. CP ജോൺ, നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം UDF-നകത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടി മാത്രമാണ് നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള UDF-ന്റെ അകത്തിരിക്കുന്ന ലീഗിനെ പോലെ തന്നെ UDF-ന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ എന്താണ് പറഞ്ഞത്? SDPI-യുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞത്. അല്ലാതെ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പൊ UDF-ന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ണർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഘടകകക്ഷികൾക്കകത്തുള്ള പല പാർട്ടികളും അവരെ ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യാൻ തയ്യാറാണെന്നേ. കെ മുരളീധരൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ, SDPI വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിന് ലഭിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? നേരിട്ട് നിങ്ങൾക്കും അങ്ങ് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് ഇത് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഒക്കെ പോകുന്നത്? നിങ്ങളുടെ UDF-ന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. BJP-ന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. അത് അല്ല, നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ
കോടിക്കണക്കിന് രൂപയുടെ എന്റെ അഴിമതി പൊന്ന് നടത്തിയെന്ന് മാഷെ, ആരോപിക്കപ്പെട്ടിട്ടുള്ള അദാനിയുടെ കാര്യമൊക്കെ അവിടെ ലോക വിടുമെന്ന്. പിന്നെ നിങ്ങളെന്ത് കുറ്റവാളിയായി SDPI പറയപ്പെടുന്ന തൊട്ടപ്പോൾ അദാനിക്കെതിരെ ലീഗിന് ED പൊള്ളി എന്ത് തുടങ്ങിയല്ലോ. നടപടിയാ നേരെ സ്വീകരിച്ചത്? അദാനിയിലേക്ക് എന്ത് പോയല്ലോ. നടപടിയാ സ്വീകരിച്ചത്? ലീഗിനെ നിങ്ങൾ തൊട്ടപ്പോ പറയൂ. അല്ല, അദാനി- SDPI തൊട്ടപ്പോ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ തൊട്ടപ്പോൾ എന്ത് ലീഗിന് നടപടി സ്വീകരിച്ചു? SDPI തൊട്ടപ്പോൾ ലീഗിന് പൊള്ളി തുടങ്ങിയല്ലോ. നേരെ അദാനിയിലേക്ക് പോയല്ലോ. നേരെ അദാനിയിലേക്ക് പോയല്ലോ. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ SDPI യുടെ നിലപാട് അല്ലല്ല, ഇത് തെറ്റിദ്ധാരണ വരുത്തരുത് ശ്രീ ഷാക്കിർ. അതല്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ UDF ED ഭരിക്കുന്ന വെള്ളം തദ്ദേശ കൊടുത്തു. സ്ഥാപനമുണ്ട് നിങ്ങൾ SDPയുടെ അദാനിക്കെതിരെ പിന്തുണയിൽ. ചെയ്തു. നിങ്ങൾ ഒരു തവണ പോലും ഈ റെയ്ഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാനില്ല എന്നാണ്. അപ്പോൾ SDPയെ തള്ളിപ്പറയാൻ UDF കഴിയുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPയുടെ വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ പറയട്ടെ അല്ല എന്ന്.